ശ്രീ ഒ അബ്ദുള്ള, ഇപ്പോൾ ബി.ജെ.പിയുടെ പ്രതിനിധി പറഞ്ഞത് വളരെ കൃത്യമായി ഒരു പ്രീണന രാഷ്ട്രീയമാണ് ഇതിൻ്റെ പുറകിലുള്ളത് എന്നതാണ്. അത് ഏതാണ്ട് ശരിയുമാണ്. തമിഴ്നാട് സർക്കാരിൻ്റെ കഴിഞ്ഞ കാലത്തെ ചില നടപടികൾ എടുത്തു നോക്കിയാൽ അത് അന്വർത്ഥമാക്കുന്ന രീതിയാണ് നിലവിലുള്ളത്. അവിടെ വളരെ കൃത്യമായി മുസ്ലിം വോട്ട് ബാങ്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ ചില ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ സ്കൂൾ സിലബസിൽ ഉൾപ്പെടുത്താനുള്ള നബിയുടെ ജീവിതം സ്കൂൾ സിലബസിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തിന് പിന്നിലും. ശ്രീ അബ്ദുള്ള, ഞാനൊക്കെ അപ്പോൾ എനിക്ക് 80 വയസ്സായി. ഞാൻ സ്കൂളിൽ LP സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നബിയെ പറ്റി പഠിച്ചിട്ടുണ്ട്, ഖലീഫ ഉമറിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അന്നൊന്നും ഇത്തരത്തിലുള്ളതായ പ്രീണനോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമൊന്നുമില്ല. ഈ ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന, ലോകത്തെ ഏറ്റവും അധികം ആളുകൾ 2050 ലോകത്തെ ഏറ്റവും വലിയ വിശ്വാസികൾ ഇസ്ലാമാവും. അത്തരത്തിലുള്ള ഒരു മതത്തിൻ്റെ പ്രവാചകനെ സംബന്ധിച്ച് പഠിപ്പിക്കുക എന്നുള്ളത് സ്വാഭാവികമല്ലേ? നമ്മളത് മാത്രമാണ് പഠിക്കുന്നത്. നമ്മൾ ഇന്ത്യയിൽ ശ്രീരാമനെ പറ്റി പഠിക്കുന്നു, ബുദ്ധനെ പറ്റി പഠിക്കുന്നു, അതുപോലെ തന്നെ മുഹമ്മദിനെ പറ്റി പഠിക്കുന്നു, ഖലീഫ ഉമറിനെ പറ്റി പലതും പഠിക്കുന്നുണ്ട്. അത് ഒരു സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ. ശ്രീ ഒ അബ്ദുള്ള, പ്രശ്നം അതല്ല. ഞാൻ അങ്ങ് പറഞ്ഞതിനോട് യോജിക്കുന്നു. പ്രശ്നം ഇതല്ല. സനാതനധർമ്മം ഡെങ്കു പോലെയാണെന്നും മലേറിയയാണെന്നും ഒരു ഭാഗത്ത് പറയുന്നു, മറുഭാഗത്ത് മുസ്ലിം ന്യൂനപക്ഷത്തെ കൂടെ നിർത്താൻ വേണ്ടി വാരിക്കോരി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യുന്ന രീതിയിൽ തമിഴ്നാട് സർക്കാർ പ്രവർത്തിക്കുകയാണ്. ഉദാഹരണത്തിന് CAA സമരകാലത്ത് SDPIക്കൊപ്പം തോളോട് തോൾ ചേർന്ന് DMK നിൽക്കുകയാണ്. CAA കാലത്ത് വഖഫ് നിയമ ഭേദഗതി ഉൾപ്പെടെ ഏറ്റവും ഒടുവിൽ ഉറുദു സംസാരിക്കുന്ന മുസ്ലിങ്ങളെ BC ലിസ്റ്റിൽ, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ഈ കാറ്റഗറി, ഈ BC കാറ്റഗറിയിൽ തന്നെ 3.5% സംവരണം മുസ്ലിങ്ങൾക്ക് കൊണ്ടുവരുന്ന ഒരു സ്ഥിതിഗതിയുമുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് സനാതനധർമ്മം എന്ന് പറയുന്നത്, ഹിന്ദു എന്ന് പറയുന്നത് എന്തോ കൊള്ളരുതാത്തതും, മറുഭാഗത്ത് മുസ്ലിം വിഭാഗം നിൽക്കുമ്പോൾ അവർക്ക് വാരിക്കോരി സഹായങ്ങൾ ചെയ്യുകയും ഇളവുകൾ നൽകുകയും ചെയ്യുമ്പോൾ അതിനെ എങ്ങനെയാണ്, താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകനാണ്, എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തെ നമുക്ക് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കാണാൻ കഴിയുക? നിസ്സാരവൽക്കരിക്കുകയല്ല. ഇന്ത്യയിൽ മുസ്ലിം മതന്യൂനപക്ഷം എല്ലാ അർത്ഥത്തിലും എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങേയറ്റം അവഗണിക്കപ്പെടുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ചില സംസ്ഥാനങ്ങൾ ഇടപെടൽ നടക്കുന്നു. ഈ പശുവിൻ്റെ മാംസമാണ് എന്ന് ഒരു തോന്നലിൻ്റെ പേരിൽ ഒരാളെ ഇന്ത്യയിൽ അടിച്ചു കൊന്നല്ലോ. ഒന്നിലധികം 2 സംഭവം ഉണ്ടായി. ഒരാളെ കയ്യിലുള്ള മാംസം അയാളെന്ത് തിന്നണമെന്നുള്ള ഇവരാണോ തീരുമാനിക്കുക? പുരയിൽ കയറിയിട്ട് അവർ പരിശോധിക്കുന്നു. അതായത് മുസ്ലിങ്ങളുടെ ഭക്ഷണത്തിലും വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പള്ളികൾ, ഒരു ജാഥ നടത്തുമ്പോൾ പള്ളികൾ മൂടേണ്ടി വന്നു. ആ റോഡിലൂടെ പോകുമ്പോൾ പള്ളികൾ കണ്ടാലും ആ പള്ളികൾ ആക്രമിക്കപ്പെടും. ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? ലോകത്തെവിടെയാണ് മുസ്ലിം പള്ളി ഇല്ലാത്തത്? ജർമ്മൻ്റെ തലസ്ഥാനമായ ബെർലിനിൽ വരെ മുസ്ലിം പള്ളിയില്ലേ? എന്നിട്ട് അവിടെയൊക്കെ അത് ആക്രമിക്കുന്നുണ്ടോ? ഇന്ത്യ എന്ന് പറയുമ്പോൾ വളരെ സമത്വത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ഗാന്ധിജിയുടെ അതിൻ്റെയും എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇവിടുത്തെ റോഡുമേൽ ഇത് കണ്ടുകൂടാ. അതുപോലെ തന്നെ ബാങ്ക് വിളി പലയിടങ്ങളിലും ഇപ്പോൾ ഈ സ്പീക്കർ സെറ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിയമം വന്നു കഴിഞ്ഞു. ഇത്രത്തോളം അസഹിഷ്ണുതയോടുകൂടി പെരുമാറുകയും എല്ലാ അർത്ഥത്തിലും മുസ്ലിങ്ങളെ പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ ചെറിയൊരു ജീവൻ ഏതെങ്കിലും സ്ഥലത്തൊന്നും ഉണ്ടാകുമ്പോഴേക്ക് അതിന് പ്രീണനം. എന്നാൽ മറ്റെന്താ നിങ്ങൾ ചർച്ച ചെയ്യാത്തത്? ഇസ്ലാമിനെ ഇவ்விധം പീഡിപ്പിക്കുന്നത് ശരിയല്ല. ലോകത്ത് 57 രാഷ്ട്രങ്ങൾ സ്വീകരിച്ചത് ഒരു മതമാണത്. എല്ലാ അർത്ഥത്തിലും മനുഷ്യനെ സമത്വത്തിൽ കാണുന്ന, അതായത് സ്ത്രീയും പുരുഷനും തമ്മിലും അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിമും തമ്മിലും മനുഷ്യന്മാർ തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. കുല്ലുക്കും മിന്നാദം, നിങ്ങളെല്ലാവരെയും സൃഷ്ടിച്ചത് ഒരു മനുഷ്യനിൽ നിന്നാണ്. ആ മനുഷ്യനാവട്ടെ തുറ മണ്ണിൽ നിന്നാണ്. ഇത്രത്തോളം സമത്വം. ലാ ഫർഖ ബൈന അറബിയും വലാ അജമിയ്യിൻ, അറബിയും അനറബിയും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. എല്ലാവരും ഒരുപോലെയാണെന്ന് പഠിപ്പിക്കുന്ന മതം വേറെ ഏതാ? ആ മതത്തിനെ പ്രബോധനം ചെയ്യാൻ സമ്മതിക്കാതെ ഏതെങ്കിലും ഘട്ടത്തിൽ പറയുമ്പോഴേക്കും അത് പ്രീണനാണ്. എന്തർത്ഥത്തിലാണ് ഇതൊക്കെ പറയുന്നത്? അതിന് മറുപടി അറിയും.